ഓക്കെ, സോ എങ്ങനെയുണ്ട് പുതിയ സെറ്റപ്പ്? നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്തെങ്കിലും മാറ്റം വേണോ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നമ്മുടെ പഴയ ഗിറ്റാർ ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആ പണ്ടത്തെ ഗിറ്റാർ തിരിച്ചു കൊണ്ടുവരണമെന്ന്. സോ പണ്ടത്തെ ഗിറ്റാർ ഇതായിരിക്കുന്നു. ഓക്കെ, എനിവേ, സോ പുതിയ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പോക്കോ X4 പ്രോവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ചെറിയ രീതിയിൽ സർപ്രൈസ്ഡ് ആണ്, ചെറിയ രീതിയിൽ ഡിസപ്പോയിൻറ്റഡും ആണ്. ഓക്കെ, കാരണം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതും റീബ്രാൻഡ് തന്നെയാണ്. ഓക്കെ, റീബ്രാൻഡ് ഫോൺ ആയിരിക്കും പോക്കോ X4 Pro. സോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണ്, ഐ എം ഷുവർ. ഓക്കെ, സോ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല. ഇനിവേ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഒരാൾ പോക്കോ എന്ന ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് അതിൻ്റെ പെർഫോമൻസ് കാരണമാണ്. കാരണം ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ബ്രാൻഡാണ് പോക്കോ, ഫോർ ഷുവർ. അത് പോക്കോ F1 ആണെങ്കിലും പോക്കോ X2 ആണെങ്കിലും X3 Pro ആണെങ്കിലും കിഡിലൻ പെർഫോമൻസ് ബേസ്ഡ് ഫോൺസ് ആണ്. അതുകൊണ്ടുകൂടിയാണ് ആളുകൾ അത് മേടിക്കുന്നത്. മെജോറിറ്റി ആളുകളും ഗെയിമേഴ്സ് ആണ്. ഓക്കെ, പോക്കോ അവരുടെ ഫോൺസ് പബ്ലിസൈസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് പെർഫോമൻസ് അല്ല, പ്രോഫോർമൻസ്. സോ പോക്കോ X3 Pro ഇറങ്ങിയപ്പം അവർ കൊണ്ടുവന്ന ഒരു വാക്കാണ് പ്രോഫോർമൻസ്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോക്കോ X3 Pro നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗെയിമേഴ്സിൻ്റെ രോമാഞ്ചമായി മാറിയ ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു പോക്കോ X3 Pro. തീർച്ചയായിട്ടും ഒരു ഡൗട്ടും വേണ്ട, ആ പ്രൈസ് പോയിന്റിൽ 18,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 860 കൊണ്ടുവന്നൊരു ഫോണാണ്. മറ്റൊരു ബ്രാൻഡിനും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പോക്കോ ചെയ്ത് കാണിച്ചത് തീർച്ചയായിട്ടും. പക്ഷേ വരാൻ പോകുന്ന പോക്കോ X4 Pro, അതായത് പോക്കോ X3 Proൻ്റെ നെക്സ്റ്റ് വെർഷനായ പോക്കോ X4 Pro ഒരു പ്രോഫോർമൻസ് ഫോൺ ആയിരിക്കില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് പെർ ലീക്സ് ഇത് ബേസിക്കലി നമ്മുടെ റെഡ്മി നോട്ട് 11 Pro 5Gൻ്റെ ഒരു ഗ്ലോബൽ വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ റീബ്രാൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് ഫോൺ ആയിരിക്കും. പെർഫോമൻസ് കിട്ടും, ഒരു മിഡ് റേഞ്ച് ലെവൽ പെർഫോമൻസേ കിട്ടുകയുള്ളൂ. പക്ഷേ വേറെ ഒരുപാട് പ്ലസ്സും വരുന്നുണ്ട്. ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും പ്ലസ്സും കയറി വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു തരാം. സോ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആയിരിക്കും, 120 Hz റിഫ്രഷ് റേറ്റ്, HDR10 സപ്പോർട്ട് ചെയ്യും, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആയിരിക്കും, 108 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 5000 mAhൻ്റെ ബാറ്ററി, 67 വാട്ടിൻ്റെ ആയിരിക്കും ഫാസ്റ്റ് ചാർജർ. സോ തീർച്ചയായിട്ടും ഓവറോൾ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കിഡിലൻ ഫോൺ ആയിരിക്കും പോക്കോ X4 Pro. നല്ല സ്പെസിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 നല്ലൊരു ചിപ്സെറ്റ് ആണ്. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ ചില വിട്ടുവീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് 700 സീരീസ് ഫോർ എക്സാമ്പിൾ 732G കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ചില ഡീഗ്രേഡ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അതിൽ വരുന്ന ISP ആണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ റെസൊല്യൂഷൻ ആണെങ്കിലും അതിൽ കുറച്ച് ഡീഗ്രേഡ് വന്നിട്ടുണ്ടെങ്കിലും പോക്കോൻ്റെ ഫോൺസിൽ ആരും അങ്ങനെ നല്ല ക്യാമറ പ്രതീക്ഷിക്കുന്നില്ല. പോക്കോ X2ലും X3ലും അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ടായിരുന്നു. അതിനുശേഷം പോക്കോൻ്റെ ഫോൺസിൻ്റെ ക്യാമറ പെർഫോമൻസ് വളരെ ആവറേജ് ആയിരുന്നു. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു റീബ്രാൻഡിങ് ന്യൂസ് ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. മോഡൽ നമ്പറും എക്സാക്ട്ലി സെയിം ആണ്. സോ പോക്കോ X4 Proൻ്റെ മോഡൽ നമ്പറും റെഡ്മി നോട്ട് 11 Pro 5G എന്ന ഫോണിൻ്റെ മോഡൽ നമ്പറും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. സോ അതേ ഫോൺ ആയിരിക്കും മിക്കവാറും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേ പേടിക്കേണ്ട, കിഡിലൻ ഡിസ്പ്ലേ ആയിരിക്കും, 120 Hz സൂപ്പർ ആംബുലർ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് പോക്കോ X3 Proൻ്റെ ലെവലുള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. മിഡ് റേഞ്ച് ലെവൽ പെർഫോമൻസ് കിട്ടും. സോ നമ്മൾ PUBG പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്മൂത്ത് അൾട്ര, അതായത് 40 FPS ഓപ്ഷൻ ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞില്ലേ, മിഡ് റേഞ്ച് ലെവൽ പെർഫോമൻസ് എന്തായാലും കിട്ടും. 695 ആണ് വരുന്നതെങ്കിൽ ഓക്കെ, മിക്കവാറും അതായിരിക്കും. റീബ്രാൻഡ് ആണെങ്കിൽ അതേ വരുള്ളൂ. ബാറ്ററി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി ചാർജിങ് സെറ്റപ്പ് ആണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഒക്കെ കിട്ടും. ദാറ്റ്സ് എ പ്ലസ് പോയിന്റ്. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും മിഡ് റേഞ്ച് ലെവൽ ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. സോ ഒരു പോക്കോ യൂസർ, നിങ്ങളൊരു പോക്കോ യൂസർ അല്ലെങ്കിൽ പോക്കോ ഫാനൊക്കെ ആണെങ്കിലും ഈ ഒരു ഫോൺ പോക്കോ X4 Pro ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമോ അതോ നിങ്ങൾ ഹാപ്പി ആയിരിക്കും? സ്നാപ്ഡ്രാഗൺ 695 വന്നാൽ ഒരിക്കലും സ്നാപ്ഡ്രാഗൺ 860 കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ, സോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയൊരു വിട്ടുവീഴ്ച വന്നിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഡിസ്പ്ലേ ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും അതിലെന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ പോകുന്നത് അതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്കോ X3 Pro ബേസിക്കലി ഒരു പലക പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഫുൾ വോളിയത്തിലൊക്കെ ഇടുമ്പം ബാക്കൊക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവുന്നുണ്ട്. എൻ്റെ റിവ്യൂവിലൊക്കെ ഞാൻ അത് ക്ലിയർലി ഷെയർ ചെയ്തിട്ടുണ്ട് വിത്ത് പ്രൂഫ്. പക്ഷേ അതിവിടെ ഇമ്പ്രൂവ് ആവും. പോക്കോ X3 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, സ്ലിം ആയിരിക്കും, കുറച്ചും കൂടി ഒരു ഹാൻഡ്ലിംഗ് ഫീലും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബാക്കിൽ ഗ്ലാസ് വരാനുള്ള ചാൻസും ഉണ്ട്. ഗ്ലാസ് വരും, കറക്റ്റ് റീബ്രാൻഡിങ് ആണെങ്കിൽ ഗ്ലാസും വരും. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫോണായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഓൾറൗണ്ട് സെറ്റപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോണായിരിക്കും പോക്കോ
X4 Pro. പക്ഷേ പോക്കോൻ്റെ യൂസേഴ്സ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, പോക്കോ യൂസേഴ്സ് നോർമലി നോക്കുന്നത് പെർഫോമൻസ് ആണ്. അത് പോക്കോ F1 ആണെങ്കിലും പോക്കോ X3 Pro ആണെങ്കിലും കൂടുതൽ നോക്കുന്നത് പെർഫോമൻസ് ആണ്. സോ നിങ്ങളൊരു പോക്കോ യൂസർ ആണെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നത്, അത് ഓൾറൗണ്ട് ഒരു സ്പെസിഫിക്കേഷൻ ആണ് നോക്കുന്നത്, താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഇനി ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത് പോക്കോ X4 Pro 5G ആയിട്ട് വരാതെ പോക്കോ X4 5G ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഇമാജിനേഷനാണ് കേട്ടോ, നോട്ട് ഷുവർ. ഇനി ചിലപ്പം വന്നേക്കാം. അങ്ങനെ വന്നാൽ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോക്കോ X4 Pro അവർക്ക് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നോർമലി പോക്കോൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ പോക്കോ X4 Pro ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, പോക്കോ X4 Pro 5G ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ. സോ പോക്കോ X4 എന്ത് ചെയ്യും, അതിനി വരുന്നില്ലാവും. എൻ്റെ സെക്കൻഡ് സംശയമാണ് ഈ റെഡ്മി നോട്ട് 11 Pro 4G ഗ്ലോബൽ ഫോൺ തന്നെയല്ലേ ഇന്ത്യയിലേക്കും വരാൻ പോകുന്നത് മിക്കവാറും. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി സെയിം രണ്ട് ഫോൺസ് അതിലേക്ക് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം റെഡ്മി നോട്ട് 11 സീരീസ് നല്ല ഹിറ്റ് ആവാൻ പോകുന്ന സീരീസ് ആയിരിക്കും മിക്കവാറും. അതിൻ്റെ ഒരു റീബ്രാൻഡ് പോക്കോയിൽ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. ഐ എം നോട്ട് ഷുവർ. ഇനി എക്സാക്ട്ലി സെയിം ഫോൺ വേറെ ചിപ്സെറ്റിലാണോ വരുന്നത്, ഐ എം നോട്ട് ഷുവർ. അതും എനിക്കറിയില്ല. നിങ്ങളുടെ ഫീഡ്ബാക്കും, അതായത് പോക്കോ X4 Pro ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത സ്പെസിഫിക്കേഷനുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.